ഹലോ ഗേസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഇറ്റാലിയൻ ഫുഡ് മിനിസ്ട്രോണ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ കാസറോളിൽ കുറച്ച് വെള്ളം വെക്കുക. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പച്ചക്കറി മുഴുവൻ ഇട്ട് കൊടുക്കാം. നന്നായി വേവിക്കാം. ഇതിൽ ക്യാരറ്റ് ഉണ്ട്, തക്കാളി ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്. ഇത് നന്നായി വേവിക്കാം. അതേ പച്ചക്കറി നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ പാസ്ത ഇട്ട് കൊടുക്കാം. ചെറിയ പാസ്ത ഇതാണ് കേട്ടോ. ഒരാൾക്ക് 50 ഗ്രാം വെച്ചാണ് കേട്ടോ പാസ്ത എടുക്കുന്നത്. ഇപ്പം 2 ആൾക്ക് 100 ഗ്രാം പാസ്ത എടുത്തിട്ടുണ്ട്. ഓക്കെ, പാസ്ത നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അത്യാവശ്യം കുറച്ച് ഉപ്പ്, നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലെ ഒരുപാട് ഉപ്പ് ഇവർ ഉപയോഗിക്കില്ല. വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ തിളച്ച് പാസ്ത നന്നായി തിളച്ച് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മിനിസ്ട്രോണ റെഡി. അപ്പോൾ നമ്മുടെ പാസ്ത വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ കുറച്ച് തോനെ തന്നെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം ചൂടോടുകൂടി ഇത് കഴിക്കും കേട്ടോ. പിന്നെ ഈ പാസ്തയിലേക്ക് കുറച്ച് ഫോർമാജിയോ എന്ന് പറഞ്ഞൊരു പൊടിയാണ്, ഇത് ഇട്ട് കൊടുക്കും. ഓക്കെ, നമ്മുടെ പാസ്ത റെഡി. മിനിസ്ട്രോണ, ഇതിൻ്റെ പേര് മിനിസ്ട്രോണ. ഇനിയിപ്പോൾ മിനിസ്ട്രോണ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലെന്ന് ആരും പറഞ്ഞേക്കരുത്. ഓക്കെ, ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഫുഡാണ്. ഇത് ഇറ്റാലിയൻസിൻ്റെ ഒരു പ്രധാന ഫുഡാണ്, പ്രധാന ഭക്ഷണമാണ്. ഓക്കെ, അങ്ങനെ നമ്മളിത് ഫുഡ് കഴിക്കുകയാണ്. പക്ഷേ നമ്മൾ മലയാളികൾക്ക് ഈ ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും ഇത്രയും സൈഡിൽ വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഇത്തിരി നാരങ്ങ, മുളകും ഒക്കെ ഇട്ട് വെച്ചത് ഇതിൻ്റെ സൈഡിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ഞാൻ ചേർത്തു.